സ്പെയിൻ എന്ന ക്രൈസ്തവ രാജ്യത്തേക്ക് അനധികൃതമായി ഒരു സുപ്രഭാതത്തിൽ കയറി വന്ന 50,000 പേർ, അനധികൃതമായി കടൽ കടന്നെത്തിയ 50,000 പേർ, അവരെ ആ രാജ്യത്തിന്റെ സ്വയംഭരണ അധികാരത്തിന് വിധേയമായി തിരികെ അയച്ചത് ബൈബിളിൽ നിന്നും യൂറോപ്പിന്റെ പലായനമാണോ? മാതൃഭൂമിയിൽ ആഴ്ചപ്പാടുകൾ എന്ന പംക്തിയിൽ എസ് ഗോപാലകൃഷ്ണന്റെ കണ്ടെത്തൽ ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ ലേഖനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്: എന്റെ വാതിൽക്കൽ അഭയം തേടിയെത്തുന്ന ഒരാളുടെ കാവൽക്കാരനാകേണ്ടത് ഞാനാണോ? വ്യംഗ്യാർത്ഥമാണിത്. അസ്തമിച്ച യൂറോപ്യൻ സാമ്രാജ്യം മരിക്കുന്നതിന് മുൻപ് എടുത്തു പോകാൻ മറന്നുപോയ ഒരു നിമിഷം പോലെയുള്ള സ്യൂട്ട എന്ന നഗരത്തിലേക്ക് മൊറോക്കോയിൽ നിന്നുള്ള അർദ്ധനഗ്നരായ 10,000 എത്തിച്ചേർന്നു. കടൽ തീരത്തെ കമ്പിവേരുകളിൽ അള്ളിപ്പിടിച്ച ഒരു യുവാവ് സ്പാനിഷ് പോലീസിനോട് പറയുന്നത് കേട്ടു: കഴിഞ്ഞ 24 മണിക്കൂറായി നീന്തുകയായിരുന്നു, ഒന്നും കഴിച്ചിട്ടില്ല, വിശക്കുന്നു എന്ന്. ഇതാ ലേഖകൻ അവിടെയും ഉദാഹരണം എടുത്തു കാണിക്കുന്നു. ക്രൂശിലെ ക്രിസ്തുവിനെ ഓർമ്മിപ്പിക്കുന്ന വിധം ക്ഷീണിതനായി അരയിലെ ഒറ്റമുണ്ടിൽ കണ്ട ആ യുവാവിന്റെ വിശപ്പ് ഒരു മനുഷ്യന്റെ വിശപ്പ് മാത്രമായിരുന്നില്ല. നീന്തി തളർന്ന ആ മനുഷ്യരൂപം ഇന്നത്തെ ലോകം അഭയാർത്ഥികളെ കാണുന്ന രീതികളെക്കുറിച്ചുള്ള ഒരു ചോദ്യമായി മാറിയെന്ന് അദ്ദേഹം അതിന് ഉത്തരം കണ്ടെത്തുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അഭയാർത്ഥി പ്രവാഹങ്ങൾ പരിഷ്കൃത ലോകത്തെ വൈകാരികമായി സ്പർശിക്കാറില്ല എന്ന്. ആളുകളെ ഇപ്പോൾ സ്ഥിതിവിവര കണക്കുകളും ഇസ്ലാം പേടിയും ഭീകരാക്രമണം എന്ന ഭയവുമാണ് നിയന്ത്രിക്കുന്നത്. 2 ലോകമഹായുദ്ധങ്ങൾ മനുഷ്യരാശിയെ പഠിപ്പിച്ച അനുകമ്പയുടെ വികാരം ഇന്ന് കവികളുടെ വിചാര ലോകത്ത് മാത്രം അഭയം തേടുന്നു. അതിന് അദ്ദേഹം ഒരു കവിത കണ്ടെത്തിയിട്ടുണ്ട്. തീർച്ചയായും മഹമ്മൂദ് ദാർവിഷിന്റെ കവിതയായതും അത് ഈന്തപ്പനയിലൂടെ ഒഴുകുന്ന കവിതയായതും യാദൃച്ഛികമാകാം. വരികൾ എങ്ങനെയാണ്: ഈ വിദൂരതയിൽ എന്റെ ഈന്തപ്പനയിലേക്ക് എന്നെ തിരികെ കൊണ്ടുവരുന്ന ഒന്നുമില്ല, സമാധാനവുമില്ല, യുദ്ധവുമില്ല, ദൈവവചനങ്ങളിലേക്ക് കയറി നോക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒന്നുമില്ല. അപ്പോൾ ഞാൻ എന്തു ചെയ്യും? നാടു കടക്കുകയല്ലാതെ ഞാൻ എന്തു ചെയ്യും? ജലത്തിലേക്ക് ഉറ്റുനോക്കുന്ന ഈ നീണ്ട രാത്രിയില്ലാതെ ഞാൻ എന്തു ചെയ്യും എന്നതാണ് ആശങ്ക. കടൽ കടന്നു വന്ന 50,000 പേരെ സ്പെയിൻ കൈനീട്ടി സ്വീകരിച്ചില്ല. വലിയ പാതകമായി പോയി സ്പെയിൻ ചെയ്തത്. ലേഖകൻ പറയുന്നു, താൻ ഈ ലേഖനം എഴുതുന്ന സമയത്ത് തന്നെ അവരിൽ 40,000-ഓളം പേർ തിരികെ മൊറോക്കോയിലേക്ക് പോയി എന്നതാണ് അറിയുന്നത്. പക്ഷെ ആലോചിച്ചു നോക്കൂ, എന്തൊരു ദുരിതമാണിത്. മെച്ചപ്പെട്ട ഉറക്കം സ്വപ്നം കണ്ട് സ്വന്തം അമ്മയെയും പിറന്ന നാടിനെയും ഭാഷയെയും വേരുകളെയും ഉപേക്ഷിച്ച് കടലിൽ നീന്തി കടന്ന ചെറുപ്പക്കാർ വീണ്ടും അതേ കടൽ നീന്തി തിരിച്ചു പോകേണ്ടി വരുന്ന മനുഷ്യാവസ്ഥ. അതിരുകൾ ചിലപ്പോൾ രാജ്യങ്ങളെ മാത്രമല്ല മനുഷ്യരുടെ പ്രതീക്ഷകളെയും വേർതിരിക്കുന്നു. ഇന്ന് യൂറോപ്യൻ സമൂഹങ്ങൾ പൊതുവെ ഇത്തരം നിയമവിരുദ്ധ കുടിയേറ്റങ്ങളോട് വിമുഖരാണ് എന്ന് ലേഖകൻ പറയുന്നു. ലേഖകൻ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു, ഇത് നിയമവിരുദ്ധ കുടിയേറ്റങ്ങളാണ് എന്ന്. അപ്പോൾ നിയമവിരുദ്ധത ഒരു സമൂഹം പ്രകടിപ്പിക്കുമ്പോൾ അതിനെ സ്വീകരിക്കേണ്ട, കയ്യും മെയ്യും മറന്ന് സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തം ക്രൈസ്തവന്റെ ചുമലിൽ ചേർക്കുകയാണ് ഈ ലേഖകൻ. അതിന് അദ്ദേഹം ബൈബിളിനെ ഇടയ്ക്കിടെ കോട്ട് ചെയ്യുന്നു. യൂറോപ്യൻ വീടുകൾക്കുള്ളിൽ ഇന്ന് മുഴങ്ങുന്ന കുടിയേറ്റങ്ങളോട് വിമുഖരായവർ പലപ്പോഴും വെറുപ്പ് പ്രകടിപ്പിക്കുന്നു. യൂറോപ്യൻ വീടുകളിൽ ഇന്ന് മുഴങ്ങുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്: എന്റെ വാതിൽക്കൽ അഭയം തേടിയെത്തുന്ന ഒരാളുടെ കാവൽക്കാരനാകേണ്ടത് ഞാനാണോ എന്ന്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ധാർമ്മിക ഭാവന മറ്റൊന്നായിരുന്നു. അതൊരു പക്ഷേ മാലാഖമാരായിരിക്കാം, അതിനാൽ വാതിൽ തുറന്ന് അവരെ സ്വീകരിക്കണം എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തെ ഉദാഹരിച്ച് ലേഖകൻ പറയുന്നത്. പക്ഷേ ലേഖകൻ മറന്നുപോയി, അടുത്ത കാലത്തായി ഇത്തരത്തിൽ അഭയാർത്ഥികളായി എത്തിയവർ മാലാഖമാരായിരുന്നില്ല. അവരെത്തപ്പെട്ട സ്ഥലങ്ങളിൽ അവർ അവകാശങ്ങൾ സ്ഥാപിച്ചു, അവിടെ ഉണ്ടായിരുന്നവരെ ആട്ടി ഓടിച്ചു. ലെബനനും അസർബൈജാനുമെല്ലാം ഉദാഹരണങ്ങളാണ്. ഉൽപ്പത്തിയിലെ മറ്റൊന്ന് നിങ്ങൾ മറന്നു: മാലാഖമാർ എന്ന വ്യാജേന എത്തിയ പലരും സർപ്പങ്ങളായിരുന്നു എന്നത്. അഹങ്കാര നിമിത്തം, സ്പർദ്ധ നിമിത്തം സ്വർഗം നഷ്ടപ്പെടുത്തി സ്വർഗത്തിൽ നിന്നും പുറത്തു വന്ന ചില മാലാഖമാർ, ചില മാലാഖ വേഷധാരികൾ, അവർ മനുഷ്യരെയും ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടേയിരിക്കുന്നു. സത്യത്തിൽ ഈ ലേഖനം വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ ലേഖകന്റെ വിലാപത്തിന് കഴിഞ്ഞ കുറെ കാലങ്ങളായി ലോകം മുഴുവൻ ചോദിക്കുന്ന ഒരു ഉത്തരം തന്നെയാണ് എനിക്കുമുണ്ടായ ഉത്തരം. കണ്ണത്താ ദൂരത്തോളം നിരന്നു കിടക്കുന്ന എണ്ണപ്പാടങ്ങളും സ്വർണ്ണ ഖനികൾ ഉണ്ടായിട്ടും അറബ് രാജ്യങ്ങളിലേക്ക് ഇവരെന്തേ പലായനം ചെയ്യുന്നില്ല? ഇത്രയധികം പേർ തങ്ങളുടെ മതത്തിൽപ്പെട്ടവർ അഭയാർത്ഥികളായിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ അറബ് രാജ്യങ്ങൾ എന്തേ ഇവർക്ക് അഭയം നൽകുന്നില്ല? ഇവരെല്ലാം എന്തിനാണ് കാഫിറുകളുടെ നാടുകൾ തന്നെ തേടിപ്പിടിച്ചെത്തുന്നത്? എഴുത്തു നല്ലതാണ്, വായനയും നല്ലതാണ്. പക്ഷേ സ്പെയിനിൽ നിന്നും തിരിച്ചയക്കപ്പെട്ടവർക്ക് വേണ്ടി ഉയരുന്ന മുറവിളി ബംഗ്ലാദേശിലേക്ക്, ഈ രാജ്യത്ത് നിന്നും തിരിച്ചയക്കപ്പെടേണ്ടവർക്ക് വേണ്ടിയും ഉയരുമോ? ലണ്ടനിലും ഇറ്റലിയിലും ഫ്രാൻസിലും ഓസ്ട്രേലിയയിലും അയർലൻഡിലും കാനഡയിലുമൊക്കെ അഭയാർത്ഥികളായി എത്തിയവർ, അവർ നടത്തുന്ന അതിക്രമങ്ങൾ അത് പുതിയ ലോകത്തെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നു. ഇനിയും ഭീതിയിൽ തുടരാനാവില്ല എന്ന തിരിച്ചറിവുണ്ടാക്കുന്നു. അല്ലെങ്കിൽ ബോധപൂർവകമായ കുടിയേറ്റങ്ങൾ
പറിച്ചു നടലുകൾ ഇതെന്തുകൊണ്ടുണ്ടാവുന്നു എന്ന തിരിച്ചറിവുകൾ നമുക്കുമുണ്ടാകുന്നു. ഇത് പുതിയ ലോകക്രമമാണ്, നിലനിൽപ്പാണ് ഇവിടെ പ്രധാനം. ഇതാ ഈ ലേഖനത്തിന് കീഴിലുള്ള ചില മറുപടികളും ശ്രദ്ധിക്കൂ. മഹേഷ് എന്ന വ്യക്തിയുടെ മറുപടി ഇതാണ്: അഭയാർത്ഥികളായി വരുന്നവർ അവരുടെ സംസ്കാരം കൂടെ കൊണ്ടുവരുന്നതാണ് പ്രശ്നം. നയനം എന്ന ഹാൻഡിലിൽ നിന്നുള്ള മറുപടി: ഒരു സംശയം, എല്ലാവരും ഈ യൂറോപ്പിലോട്ട് മാത്രം എന്തിനാണ് അഭയം തേടി വരുന്നത്? കുറച്ചു പേർക്ക് നമ്മുടെ മിഡിൽ ഈസ്റ്റ് രാജ്യത്തേക്ക് കൂടി പോകരുതോ? വിരുന്നു വന്നവൻ വീട്ടുകാരനാവുന്ന ഈ കാലത്ത് എല്ലാവർക്കും ഭയമാണ്. പട്ടിണി മാറിക്കഴിയുമ്പോൾ അവനിലെ ലൈംഗിക ആസക്തി കൂടിയിട്ട് അഭയം കൊടുത്തവന്റെ കുഞ്ഞുങ്ങളെ പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്ക് വിധേയമാക്കുകയും അഭയാർത്ഥി അല്പം കഴിഞ്ഞ് അധികാരിയാകാൻ ശ്രമിക്കുകയും പിന്നെ അഭയം നൽകിയവർ അഭയാർത്ഥികളാവുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്ന ധാരാളം കാഴ്ച യൂറോപ്യൻ രാജ്യങ്ങളിൽ നാം കാണുന്നില്ലേ? അതിനാൽ പണ്ടുള്ളവർ പറയുന്നത് പോലെ തീക്കൊള്ളി കുത്തുകൊണ്ട പൂച്ചയ്ക്ക് മിന്നാമിനുങ്ങിനെ കണ്ടാലും പേടിയാണ്. പ്രകാശ് എന്ന വ്യക്തിയുടെ ചോദ്യം: യൂറോപ്യൻ വീടുകൾക്കുള്ളിൽ ഇന്ന് മുഴങ്ങുന്ന ചോദ്യം, എന്റെ വാതിൽ അഭയം തേടിയെത്തുന്ന ഒരാളുടെ കാവൽക്കാരനാകേണ്ടത് ഞാനാണോ? ഇങ്ങനെ ചോദ്യത്തെ പകുത്തു നിർത്തിയത് ലേഖകന്റെ ഇന്റലക്ച്വൽ ഡിസോണസ്റ്റിയാണ് കാണിക്കുന്നത്. കൊണ്ടും പഠിക്കാം, കൊള്ളുന്നവന്റെ അവസ്ഥ കണ്ടും പഠിക്കാം. യൂറോപ്യൻ രാഷ്ട്രീയ നേതൃത്വത്തിൽ കുറച്ചുപേർ രണ്ടാമത്തേത് തെരഞ്ഞെടുത്തു. പക്ഷെ കൊള്ളാതെ പഠിക്കില്ല എന്ന വാശിയിലാണ് ചിലർ. മറ്റൊരാൾ ഭരതൻ PS-ന്റെ കമന്റ് ഇങ്ങനെയാണ്: ഒരു പ്രത്യേക വിഭാഗത്തിന് അഭയം കൊടുത്ത യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്നതിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിലേറ്റവും കൂടുതൽ അഭയാർത്ഥികളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച ജർമ്മനിയിൽ ഡെയിലി സ്വദേശികൾക്ക് നേരെയുള്ള കത്തിക്കുത്ത് ഒഴിഞ്ഞിട്ട് നേരമില്ല. ഓസ്ട്രേലിയയുടെ ഒരു പ്രവിശ്യയിൽ നടു റോഡിൽ വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്ത് നിസ്കാരം തുടങ്ങി. സമാധാനത്തോടെ ജീവിച്ചു പോരുന്ന പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇന്നത് ഒരു തീരാ ബാധ്യതയായി തീർന്നിരിക്കുന്നു. കയ്യിലിരിപ്പ് മാറ്റാതെ ഇവരെ ഇനി ആരും സ്വീകരിക്കില്ല എന്ന്. ഇത് വായനക്കാരുടെ അഭിപ്രായമാണ്. തീർച്ചയായും ലേഖകനെങ്കിലും സ്വയം ബുദ്ധി ഉണ്ടാവട്ടെ.